ഗുഡ് മോർണിംഗ് ഓൾ. അങ്ങനെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പോളിനോമിയൽസ് ആൻഡ് ഇക്വേഷൻസ് എന്ന് പറയുന്ന 9ാമത്തെ ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഏകദേശം നമ്മുടെ 5 സെറ്റ് പ്രോബ്ലംസ് കഴിഞ്ഞിട്ടുണ്ട്, ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ചാപ്റ്ററിലെ ഏറ്റവും ലാസ്റ്റ് സെറ്റ് ഓഫ് പ്രോബ്ലംസ് ആണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചെയ്തു തുടങ്ങാം. ഓക്കെ, അപ്പോൾ മുമ്പത്തെ വീഡിയോസ് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോയിലേക്ക് വരിക. ഓക്കെ ആണല്ലോ. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിയിട്ടുള്ളത്? ഫൈൻഡ് ദ പോയിന്റ്സ് അറ്റ് വിച്ച് ദ ഗ്രാഫ് ഓഫ് ദി പോളിനോമിയൽസ് ഗിവൺ ബിലോ ക്രോസ് ദി എക്സ് ആക്സിസ്. അല്ലെ, തന്നിരിക്കുന്ന പോളിനോമിയൽസ് എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിന്റ്സ് കണ്ടുപിടിക്കുക. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലെ ഏറ്റവും ലാസ്റ്റ് പ്രോബ്ലം നമ്മൾ ഇതേമാതിരിയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്, അല്ലെ? ഓർമ്മ ഉണ്ടോ? എന്തായിരുന്നു നമ്മൾ ആദ്യം ചെയ്ത്? ആദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2x² മൈനസ് 7x മൈനസ് 1 ഇതല്ലേ? അതാണ് നമ്മളുടെ പോളിനോമിയൽ. ആദ്യം ഈ 2x² മൈനസ് 7x മൈനസ് 1 ഈക്വൽ ടു എന്ത് കൊടുക്കാം? 0 കൊടുക്കാം. കാരണം ഇതിനെ നമ്മൾ y ആയിട്ടാണ് എടുത്തത്, അല്ലെ? അപ്പൊ 2x² മൈനസ് 7x മൈനസ് 1 ഈക്വൽ ടു നമുക്ക് എന്ത് കൊടുത്തു? 0 എന്ന് കൊടുത്തു. കാരണം എക്സ് ആക്സിസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ y കോർഡിനേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഏത് ഫോമിലാണ്? ax² പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഫോമിലാണ് നമ്മൾ പറഞ്ഞില്ലേ? ഇനി അതിൽ നിന്ന് എയും ബിയും സി എടുത്ത് എഴുതാം. എന്താണ് എ വരിക? എ ഇസ് ഈക്വൽ ടു 2 ആണ്, ബി ഇസ് ഈക്വൽ ടു -7 ആണ്, അല്ലെ? സി ഇസ് ഈക്വൽ ടു എത്രയാണ്? -1 ആണ്. സിമ്പിൾ അല്ലേ? ദെൻ നമ്മൾ ഇക്വേഷൻ എഴുതി. എക്സ് ഇസ് ഈക്വൽ ടു -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b² മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a ഇതല്ലേ നമ്മുടെ ഇക്വേഷൻ. സോ നമ്മൾ എന്ത് ചെയ്തു? -b എന്ന് പറയുന്നത് -7 ആണ്. കണ്ടോ, 2 മൈനസ്, ഇവിടെ ഒരു മൈനസ്, ഇവിടെ ഒരു മൈനസ്, അങ്ങനെ 2 മൈനസ് വരും. ഓക്കെ, പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b² -7ന്റെ സ്ക്വയർ, അല്ലെ? മൈനസ് 4 ഇൻറ്റു എ ബി എന്ന് പറഞ്ഞാൽ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ്, ഇൻറ്റു സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 ആണ്. ഹോൾ ഡിവൈഡഡ് ബൈ 2a എന്ന് പറയുന്നത് എന്താണ്? 2 ഇൻറ്റു 2. ഓക്കെ ആണല്ലോ. ദെൻ -7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 7 ആണ്, +7 ആണ്. പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ്, നോക്കി, -7ന്റെ സ്ക്വയർ 49 ആണ്, അല്ലെ? മൈനസിന്റെ ആണെങ്കിലും പ്ലസിന്റെ ആണെങ്കിലും ഒക്കെ സ്ക്വയർ എന്താണ്? പോസിറ്റീവ് ആണ്. നമ്മൾ കഴിഞ്ഞ ഓരോ ക്ലാസ്സിലും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, അല്ലെ? മൈനസ്, ഇനി ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്. -4 ഇൻറ്റു -1 എന്ന് പറയുന്നത് എന്താണ്? പ്ലസ് ആണ്, അല്ലെ? ഇനി 4 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8 ആണ്. സോ ഡിവൈഡഡ് ബൈ നമ്മൾ എന്ത് ചെയ്തു? 2 ഇൻറ്റു 2 എത്രയാണ്? 2 ഇൻറ്റു 2 4 ആണ്. ഓക്കെ ആണല്ലോ. വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? 7 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ്, എന്താണ് ആ റൂട്ടിനുള്ളിൽ കിടക്കുന്നത്? 49 പ്ലസ് 8. എന്താണ് 49 പ്ലസ് 8? 49 കൂടി കൂട്ടി എത്രയാണ്? 50, എത്രയാണ്? 7 ആണ്. ഡിവൈഡഡ് ബൈ 4 എന്ന് എഴുതാം. ഓക്കെ, ഈ 57 നമുക്ക് ഒന്ന് പ്രൈം ഫാക്ടറൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, 57 നമ്മൾ ഫാക്ടറൈസ് ചെയ്യുക എങ്ങനെയാണ്? 3 കൊണ്ട് ചെയ്യാം, അല്ലെ? 5ല് ഒരു വട്ടാണ്, ബാക്കി എത്ര വരും? ഒരു 3 3, ബാക്കി 2 വരും. ഈ 27ല് എത്ര വട്ടം പോവും? 9 വട്ടം പോവും, പോലെ 3 27. ഇനി 19 വന്നു. 19ന് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇത്ര തന്നെ ചെയ്യാൻ പറ്റുള്ളൂ, കൂടുതലായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്കിതിനെ 7 പ്ലസ് ഓർ മൈനസ് റൂട്ട് 57/4 തന്നെ എഴുതിയിട്ട് അവസാനിപ്പിക്കാം. ഏതൊക്കെയാണ് 2 പോയിന്റ്സ് എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. ഒന്ന് സ്പ്ലിറ്റ് ചെയ്താൽ മതി. 7 പ്ലസ് റൂട്ട് 57/4 ഓർ 7 മൈനസ് റൂട്ട് 57/4. ഓക്കെ, ഞാൻ പോയിന്റ്സും കൂടി നമുക്കൊന്ന് എഴുതി വെക്കാം. ഏതൊക്കെയാണ് നമ്മുടെ പോയിന്റ്സ് വരിക? 7 പ്ലസ് റൂട്ട് 57/4, 0. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് ഏതാണ്? 7 മൈനസ് റൂട്ട് 57/4, 0. ഇത് രണ്ടാമത്തെ പോയിന്റ്സ് വരിക. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. അത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് സെക്കൻഡ് വൺ. ഏതാണ് സെക്കൻഡ് വൺ? 2x² പ്ലസ് 7x മൈനസ് 1, അല്ലെ?
അപ്പൊ സെക്കൻഡ് വണ്ണിലേക്ക് പോവാം. എന്താണ് സെക്കൻഡ് വണ്ണ്? 2x² പ്ലസ് 7x - 1 അല്ലേ? അപ്പൊ അത് ആദ്യം നമ്മൾ എന്ത് ചെയ്യും? 2x² പ്ലസ് 7x - 1 ഈക്വൽ ടു 0 എന്ന് കൊടുക്കൂലേ? ഇനി നോക്കുക, എ ബി സി എഴുതണം അല്ലേ? ആദ്യം ax² പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0. ഇനി നോക്കിയിട്ട് പറയും ഏതാണ് എ, ഏതാണ് ബി, ഏതാണ് സി. a is equal to 2 വരും, b is equal to 7 വരും, c is equal to -1 വരും. ഇതല്ലേ വരിക? ദെൻ നമ്മുടെ ഇക്വേഷൻ x is equal to -b plus or minus root of എല്ലാ ക്വസ്റ്റിനും ഇക്വേഷൻ എഴുതണം. b² minus 4ac by 2a. എല്ലാ ക്വസ്റ്റിനും നമ്മളിത് ഇങ്ങനെ പറഞ്ഞു എഴുതി ഞാൻ പറയുന്നതും കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഇക്വേഷൻ നിങ്ങൾ പഠിക്കും. ഓക്കെ, ഇനി -b എന്ന് പറഞ്ഞാൽ -7 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b². 7² ആണ് അല്ലേ? -4 ഇൻറ്റു 2 ഇൻറ്റു -1 ഡിവൈഡഡ് ബൈ 2a എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 2 അല്ലേ? സോ -7 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 7² 49 ആണ് അല്ലേ? മൈനസ് ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, രണ്ടും കൂടി എന്താവും? പ്ലസ് ആവും. 4 ഇൻറ്റു 2 എന്ന് പറയുന്നത് എന്താണ്? 8 ആണ് ഡിവൈഡഡ് ബൈ 4 അല്ലേ? വിച്ച് ഇസ് ഈക്വൽ ടു -7 പ്ലസ് ഓർ മൈനസ് റൂട്ട് 57 ബൈ 4. നേരത്തെ ചെയ്ത അതേ സാധനം തന്നെയാണ് വന്നത്. ഒന്നുകൂടി ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. -7 പ്ലസ് ഓർ മൈനസ് റൂട്ട് 57 ബൈ 4 അല്ലേ? ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക്. അപ്പൊ നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. -7 പ്ലസ് റൂട്ട് 57 ബൈ 4 ഓർ പിന്നെ -7 മൈനസ് റൂട്ട് 57 ബൈ 4 രണ്ടെണ്ണമാക്കിട്ട് എഴുതാം. നമുക്ക് ആ പോയിന്റ്സും കൂടി ഒക്കെ ഒന്ന് എഴുതി വെക്കാം. ഏതൊക്കെയാണ് രണ്ട് പോയിന്റ്സ്? -7 പ്ലസ് റൂട്ട് 57 ബൈ 4, 0 ഇതാണ് ഒന്നാമത്തെ അല്ലേ? Then next one -7 minus root 57 by 4, 0 ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ആള്. ഓക്കെ ആണല്ലോ? ഇത് രണ്ടുമാണ് നമ്മളുടെ ആൻസേഴ്സ് വരിക. അപ്പൊ രണ്ടാമത്തെയും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി മൂന്നാമത്തെ 9x² പ്ലസ് 12x പ്ലസ് 4 അല്ലേ? സോ തേർഡ് വൺ 9x² പ്ലസ് 12x പ്ലസ് 4. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ 9x² പ്ലസ് 12x പ്ലസ് 4 ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? 0 എന്ന് എഴുതാം. ഇതിൽ കൂടെ അപ്പൊ അത് നമ്മളുടെ നേരത്തെ അതേ ഫോമായി. ഏതാ ഫോം? ax² പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഫോമിലേക്ക് എത്തി. ഓക്കെ, നമുക്ക് എയും ബിയും സി എടുത്ത് എഴുതാം. a is equal to 9 ആണ് അല്ലേ? b is equal to 12 ആണ്, c is equal to 4 ആണ്. അഗെയിൻ നമ്മൾ ഇക്വേഷൻ എഴുതി. ഏതാ ഇക്വേഷൻ? -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b² മൈനസ് 4ac ബൈ 2a. അപ്പൊ തന്നെ ഈ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? -b 12 ആണ് പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b² 12² ആണ് മൈനസ് 4 ഇൻറ്റു a 9 ഇൻറ്റു c 4 ഡിവൈഡഡ് ബൈ 2a എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 9 ആണല്ലോ. ഇസ് ഈക്വൽ ടു -12 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 12² എന്ന് പറഞ്ഞാൽ എത്രയാണ്? 144 ആണ് അല്ലേ? 12² 144 ആണ് മൈനസ് 4 ഇൻറ്റു 9 ഇൻറ്റു 4 4 ഇൻറ്റു 9 എന്ന് പറയുന്നത് 36 ആണ് അല്ലെ? 4 ഇൻറ്റു 9 36 ആണ്. 36 ഇൻറ്റു 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 36ഉം 36ഉം 72 72 72 എത്രയാണ്? 144 ആണേ. 144 വരിക കേട്ടോ. ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 9 എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ? 18 ആണ്. ഓക്കെ, 144 മൈനസ് 144 നോക്കിക്കോട്ടോ. അടുത്ത സ്റ്റെപ്പ് നല്ല രസമാവും. -12 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 0 ഡിവൈഡഡ് ബൈ 18 വന്നില്ലേ? അപ്പൊ ഈ കിടക്കുന്ന എല്ലാരും എന്തായിപ്പോയി? 0 ആയിപ്പോയി. അപ്പൊ ഇനി ആര് മാത്രമേ ഉണ്ടാവുക? -12 ബൈ 18 മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഒന്നുകൂടി ചെറുതായി കഴിഞ്ഞാൽ 6ലും 12ലും 18ലും കോമൺ ആയിട്ട് പോകുന്ന നമ്പറാണ് 6. 12ല് 2 ടൈംസ്, 18ല് 3 ടൈംസ്. സോ ദ ആൻസർ ഈസ് -2/3.
-2/3 വന്നു കഴിഞ്ഞാൽ ആകെ ഒരു പോയിന്റ് ഉള്ളൂ ഉണ്ടാവുക അല്ലേ? അതിന് പ്ലസും മൈനസും ഒക്കെ എടുക്കാനുണ്ടോ? ഇല്ല, ആകെ ഒറ്റ പോയിന്റ് ഉള്ളൂ. ആ പോയിന്റ് എന്ന് പറയുന്നത് ഏതായിരിക്കും? നമ്മുടെ പോയിന്റ് ആണ് ഏത്? -2/3, 0. ഇതാണ് പോയിന്റ്. ഓക്കെ, സോ നമുക്ക് എക്സ് കിട്ടിയ വാല്യൂസ് ആണ് -2/3. ഒറ്റ വാല്യൂ കിട്ടിയുള്ളൂ, അധികമൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ പോയിന്റ് -2/3, 0. ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമ്മളുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ ഈസ് 42 meters and its diagonal is 15 meters. What are the length of its sides? അല്ലെ, ഒരു ചതുരത്തിന്റെ ചുറ്റളവ് 42 മീറ്ററും അതിന്റെ വികരണത്തിന്റെ നീളം 15 മീറ്ററുമായാൽ വശങ്ങളുടെ നീളം എത്ര ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ ആദ്യം തന്നിട്ടുള്ളത് എന്താണ്? പെരിമീറ്റർ ആണ് അല്ലെ. അപ്പൊ പെരിമീറ്റർ തന്നെ നമുക്ക് തുടങ്ങാം. പെരിമീറ്റർ ഇസ് ഈക്വൽ ടു 42 മീറ്റർ. പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, 2 ഇൻറ്റു എൽ പ്ലസ് ബി ആണ്. 2 ഇൻറ്റു എൽ പ്ലസ് ബി ഇസ് ഈക്വൽ ടു 42 അല്ലെ മീറ്റർ. ഇവിടെ ഉള്ള ഇൻറ്റു 2 കണ്ടില്ലേ നിങ്ങള്? ഈ ഇൻറ്റു 2 നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോയിക്കൂടെ? കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ ആരൊറ്റക്കായി? എൽ പ്ലസ് ബി ഒറ്റക്കായി. എൽ പ്ലസ് ബി ഇസ് ഈക്വൽ ടു 42/2. അങ്ങനെയാണെങ്കിൽ എൽ പ്ലസ് ബി എന്ന് പറഞ്ഞ എത്ര വരിക? 21 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് എല്, അതായത് നീളവും വീതിയും കൂടിയും കൂട്ടിക്കഴിഞ്ഞാൽ, ലെങ്ത്തും ബ്രെഡ്ത്തും കൂടിയും കൂട്ടിക്കഴിഞ്ഞാൽ 21 കിട്ടും. ഇതിൽ ലെങ്ത് എത്രയാണോ ബ്രെഡ്ത്ത് എത്രയാണോ നമുക്കറിയില്ല. അറിയാത്ത ആൾക്കാരെ നമ്മൾ എന്തായിട്ട് എടുക്കും? എക്സ് ആയിട്ട് എടുക്കും അല്ലെ. അപ്പൊ ഞാനിവിടെ എല്ലിനെ എക്സ് ആയിട്ട് എടുത്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബി എന്താ വരിക? ബ്രെഡ്ത്ത് എന്താ വരിക? വൈ എന്ന് ആരും പറയരുത്, വൈ അല്ല, നമുക്ക് എക്സ് മാത്രമേ ഉള്ളൂ ഇവിടെ. ഓക്കെ, നമുക്ക് ഈ എൽ പ്ലസ് ബിക്ക് പകരം എക്സ് പ്ലസ് ബി ഇസ് ഈക്വൽ ടു 21 എഴുതാലോ. കാരണം എല്ല് നമ്മൾ എക്സ് ആയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ ബി ഇസ് ഈക്വൽ ടു 21. ഈ പ്ലസ് എക്സ് അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് എക്സ് ആയിട്ട് മാറും. അപ്പൊ ബി എത്ര കിട്ടി? 21 മൈനസ് എക്സ് കിട്ടി. എൽ എക്സും ബി എന്താണ്? 21 മൈനസ് എക്സും. ഓക്കെ ആണല്ലോ. അപ്പൊ ഞാൻ ഈ ചിത്രത്തിൽ ശ്രദ്ധിച്ചോട്ടോ, ഈ ചിത്രത്തിൽ ലെങ്ത്തിന്റെ സ്ഥാനത്ത് ഞാൻ എന്തിട്ട് കൊടുത്തു? എക്സ് കൊടുത്തു. ഓക്കെ, ഇനി ബ്രെഡ്ത്തിന്റെ സ്ഥാനത്ത് ഞാൻ എന്തിട്ട് കൊടുത്തു? 21 മൈനസ് എക്സ് കൊടുത്തു. ഓക്കെ, ദെൻ ഡയഗണൽ ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. എത്ര മീറ്റർ ആണ്? 15 മീറ്റർ ആണ് അല്ലേ. അപ്പോ ലെങ്ത് ശ്രദ്ധിച്ചോട്ടോ, ലെങ്ത് എന്ന് പറയുന്നത് എക്സ് ആണ്, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 21 മൈനസ് എക്സ് ആണ്. ദെൻ ഡയഗണൽ ഡി എന്ന് പറയുന്നത് എത്രയാണ്? 15 മീറ്റർ ആണ് അല്ലേ. ഇനി ഇത് വെച്ചിട്ട് ഇവിടെ നമുക്ക് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ തന്നിരിക്കുന്ന സാധനം എന്താണ്? ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ്, അല്ലെങ്കിൽ ഒരു മട്ട ത്രികോണമാണ് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, മട്ടത്രികോണമാണെന്നുണ്ടെങ്കിൽ മട്ടത്രികോണത്തിൽ നമുക്ക് ആര് ഉപയോഗിക്കാൻ പറ്റും? നമ്മളുടെ പൈതഗോറസ് സിദ്ധാന്തം അഥവാ പൈതഗോറസ് തിയറം ഉപയോഗിക്കാൻ പറ്റും. പറ്റൂലേ? എന്താണ് പൈതഗോറസ് തിയറം? എന്താണ് പൈതഗോറസ് തിയറം? പൈതഗോറസ് തിയറം എന്ന് പറയുന്നത് എന്താണ്? ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ആണ് അല്ലെ. പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ സമം കർണം സ്ക്വയർ ആണ് ആണല്ലോ. ഇതിൽ ബേസും ആൾട്ടിറ്റ്യൂഡും ഹൈപ്പോട്ടന്യൂസും നോക്കുക. എന്താണ് ബേസ്? എക്സ് ആണ് അല്ലെ. ആൾട്ടിറ്റ്യൂഡ് എന്താണ്? 21 മൈനസ് എക്സ് ആണ്. ഹൈപ്പോട്ടന്യൂസ് എന്താണ്? 15 മീറ്റർ ആണ് അല്ലെ. അപ്പൊ അതിനെ നമുക്ക് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ബേസ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ എക്സ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 21 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 15 സ്ക്വയർ. ഓക്കെ, ഇനി തന്നിരിക്കുന്ന സാധനം ആ നടുവിൽ കിടക്കണ ആളെ ഒന്ന് നോക്കിക്കോട്ടോ. ഇത് ഏത് രൂപത്തിൽ കിടക്കണത്? എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന രൂപത്തിലാണ് കിടക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ആ സാധനത്തിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതിക്കൂടെ? എന്താണ് വരിക? എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ആയിട്ട് എഴുതാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഈ എക്സ് സ്ക്വയറിന് ഞാൻ അങ്ങനെ തന്നെ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് എഴുതണം കേട്ടോ. പ്ലസ് എ സ്ക്വയർ, എ മൈനസ് ബി ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷൻ എ സ്ക്വയർ. എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 21 സ്ക്വയർ മൈനസ് 2ab. 2 ഇൻറ്റു എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 21, ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്, പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ ആണല്ലോ, ഇസ് ഈക്വൽ ടു 15 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 225. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ. ഈ തന്നിരിക്കുന്ന സാധനം ഒന്ന് ശ്രദ്ധിക്കട്ടോ, നമ്മൾ ആ എക്സ്പാൻഡ് ചെയ്ത് ശ്രദ്ധിക്കുക. ഇതെന്താണ്? ഇത് നമ്മളുടെ എ സ്ക്വയർ ആണ് മൈനസ് 2 ഇൻറ്റു എ ഇൻറ്റു ബി ആണിത്, പ്ലസ് ഇതാരാണ്? നമ്മുടെ ബി സ്ക്വയർ ആണ്. അപ്പൊ ഈ കാര്യം കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഇതിന്റെ എക്സ്പാൻഷൻ ആണ് ഇവിടെ താഴെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ദെൻ അടുത്തത്, ഇവിടെ ഒരു എക്സ് സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു എക്സ് സ്ക്വയർ ഉണ്ട്. അപ്പൊ മൊത്തം എത്ര എക്സ് സ്ക്വയർ ആയി? 2 എക്സ് സ്ക്വയർ ആയി ആയില്ലേ. ഇവിടെ ഒരു എക്സ് സ്ക്വയർ,
ഇവിടെ ഒരു എക്സ് സ്ക്വയർ, അപ്പോൾ ടോട്ടൽ എത്ര എക്സ് സ്ക്വയർ? 2x² പ്ലസ് 21 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 441 ആണ്, 441 മൈനസ്, ഇനി ഇതിനൊന്ന് ചെയ്ത് നോക്കിയേ, 2 × 21 × എക്സ്, 2 × 21 42, അപ്പൊ എന്ത് വരും? 42x ഈക്വൽ ടു 225. ഓക്കെ, ഇനി ഞാൻ ആദ്യം ഒന്ന് റീഅറേഞ്ച് ചെയ്യാൻ പോവാണ്. 2x² ആദ്യം എഴുതി. ഇനി എനിക്ക് രണ്ടാമത് എക്സിന്റെ ടേമിന് വേണം, അതുകൊണ്ട് ഞാൻ -42x എഴുതി. ഇനി പ്ലസ് 441 ഈക്വൽ ടു 225. ഓക്കെ, അപ്പൊ നമ്മളുടെ ax² + bx + c ഈക്വൽ ടു 0 എന്ന് പറയുന്ന രീതിയിലേക്ക് മാറണം. ഇവിടെ ഈക്വൽ ടു 0 അല്ലല്ലോ, ഈക്വൽ ടു 225 അല്ലേ? അപ്പൊ ആ 225നെ അവിടുന്ന് പുറത്തേക്ക് കൊണ്ടുവന്നാൽ മതി. അപ്പൊ എന്താ വരിക? 2x² - 42x + 441 - 225 ഈക്വൽ ടു 0 എന്ന് എഴുതാം. എഴുതി കൂടെ? ഇനി ഇതാണ് മൈനസ് ചെയ്ത് നോക്കിയേ. 2x² - 42x പ്ലസ് 441 225 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ നമുക്ക് കിട്ടുന്ന ആൻസർ 216 ആണ്. എന്താ വരിക? 216 ഈക്വൽ ടു നമുക്ക് എന്താ എഴുതാം? 0 എന്ന് എഴുതാം. ഇനി ഈ ടേംസിനൊക്കെ നോക്കുക, ഇതൊക്കെ എന്താണ്? ഈവൻ നമ്പേഴ്സ് ആണ് അല്ലെ? ഇതിലെല്ലാം കോമൺ ആയിട്ട് ആരുണ്ട്? 2 ഉണ്ട് ഇല്ലേ? ആയതുകൊണ്ട് നമുക്ക് ഈ സാധനത്തിനെ മൊത്തത്തിൽ എന്ത് ചെയ്യാം? 2 കൊണ്ട് എന്ത് ചെയ്യാം? ഡിവൈഡിങ് ബൈ 2. ഓക്കെ, അപ്പൊ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എന്താ വരിക? ഇതൊക്കെ പകുതിയാവും. 2x² ഉണ്ടാവും, 1x² ആവും. 1x² എന്ന് പറഞ്ഞാൽ x² ആണ്. മൈനസ് 42 എന്ന് പറയുന്നത് 21x ആവും. ഓക്കെ, പ്ലസ് 216 എന്നുള്ളത് 108 ആയിട്ട് മാറും, ഈക്വൽ ടു 0. ഓക്കെ, ഇനി ഇതിൽ നിന്ന് നമുക്ക് a എഴുതാം, എഴുതി കൂടെ? b എഴുതാം, എഴുതി കൂടെ? c എഴുതാം. ഓക്കെ, കാരണം ഇത് ഏത് ഫോമിലാണ്? ax² + bx + c ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഫോമിലാണ്. a 1 ആണ്, b -21 ആണ്, c എന്താണ്? 108 ആണ്, 108 ആണ് ആണല്ലോ. ഇനി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മളുടെ ഇക്വേഷൻ ഏതാ? ഏതാ നമ്മുടെ ഇക്വേഷൻ മക്കളെ? x is equal to -b plus or minus root of b square minus 4ac divided by 2a അല്ലേ? which is equal to -21 അല്ലേ? മൈനസ്, ഈ മൈനസും വരും, ഇക്വേഷനിലുള്ള മൈനസും വരും അല്ലേ? പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ പിന്നെ -21ന്റെ എന്ത് വരും? സ്ക്വയർ വരും. മൈനസ് 4 × 1 × സി എന്താ? 108 ആണ് അല്ലേ? 108 ഡിവൈഡഡ് ബൈ 2 × 1. ഓക്കെ ആണല്ലോ. സോ -21 എന്ന് പറഞ്ഞാൽ 21 ആണ്. പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 21² 441 ആണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ? മൈനസ് 4 × 1 × 108 432 ആണ് കേട്ടോ. 4 × 108 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 432 ആണ്, ഡിവൈഡഡ് ബൈ 2. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു 21 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ്, അതിൻ്റെ ഉള്ളിൽ ഇത്ര വരിക? 9 വരിക. 441 432 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ്? 9 ആണ്, ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതാം. വിച്ച് ഇസ് ഈക്വൽ ടു 21 പ്ലസ് ഓർ മൈനസ് 3/2 അല്ലേ? നമുക്ക് ഇതിന്റെ രണ്ടെണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്യാലോ. ഇനി റൂട്ടൊക്കെ പോയില്ലേ, രണ്ടെണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താ വരിക? ഞാൻ ഇവിടെ എഴുതുന്നുണ്ട് കേട്ടോ. which is equal to 21 plus 3/2 or 21 equal to 21 minus 3/2 അല്ലേ? 21 plus 3/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 21ഉം 3ഉം കൂടിയും കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ്? 24 ആണ് അല്ലേ? 24/2 which is equal to എത്ര വരും? 12 വരും. ഓക്കെ, സോ എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് വരും? 12 വരും. 21 മൈനസ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 ആണ്. 18/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9 ആണ്. സോ എക്സിന് രണ്ടാമത്തെ വാല്യൂ ആയിട്ട് നമുക്ക് എന്തും കിട്ടും? 9 കിട്ടും. ഓക്കെ ഓക്കെ, അപ്പൊ എക്സിന് 12 എന്ന് പറയുന്ന വാല്യൂ കിട്ടി, അതുപോലെ തന്നെ എക്സിന് എന്തും കിട്ടി? 9 എന്ന് പറയുന്ന വാല്യൂ കിട്ടി. രണ്ട് വാല്യൂസ് കിട്ടിയില്ലേ? ഇനി നോക്കാം. അപ്പൊ നമുക്ക് രണ്ട് വാല്യൂസ് ആണ് കിട്ടിയത്. എക്സ് ഇസ് ഈക്വൽ ടു 12ഉം കിട്ടി, അതുപോലെ തന്നെ എക്സ് ഇസ് ഈക്വൽ ടു 9ഉം കിട്ടി. കിട്ടിയില്ലേ? മീറ്റർ ആണ്. ഓക്കെ ഓക്കെ,
അപ്പൊ എക്സിന് നമ്മൾ എന്തായിട്ട് എടുത്തിരുന്നത്, ലെങ്ത്തിനാണ് നമ്മൾ എക്സ് ആയിട്ട് എടുത്തിരുന്നത്. സോ എക്സ് ഇസ് ഈക്വൽ ടു എത്രയാണ്, 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് ഇസ് ഈക്വൽ ടു 12 മീറ്റർ ആണ്. ലെങ്ത് 12 ആണെങ്കിൽ ബ്രെഡ്ത്ത് എത്ര വരും, 21 മൈനസ് എക്സ് ആയിരുന്നു അല്ലെ, 21 മൈനസ് 12 ഇറ്റ് ഇസ് ഈക്വൽ ടു എത്ര വരും, 9 മീറ്റർ. ഓക്കെ, അപ്പൊ നമ്മളുടെ ഒരു ആൻസർ എന്ന് പറയുന്നത് എന്താണ്, ലെങ്ത് എന്ന് പറയുന്നത് 12 വരും, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 9 വരും. ഓക്കെ, ദെൻ രണ്ടാമത്തത് ലെങ്ത് നമുക്ക് എത്ര കിട്ടി, 9 മീറ്റർ കിട്ടി. അങ്ങനെയാണെങ്കിൽ ബ്രെഡ്ത്ത് എത്ര വരും, 21 മൈനസ് 9 ഈക്വൽ ടു 12 മീറ്റർ കിട്ടി. കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പൊ നമുക്ക് കിട്ടിയ രണ്ട് ആൻസേഴ്സ് ആണ് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തെ എന്താണ്, 12 ലെങ്ത് വരികയാണെങ്കിൽ ബ്രെഡ്ത്ത് എന്ത് വരും, 9 വരും. ലെങ്ത് 9 വരികയാണെന്നുണ്ടെങ്കിൽ ബ്രെഡ്ത്ത് എന്ത് വരും, 12 വരും. അതായത് ഒരെണ്ണം ഏകദേശം നമുക്ക് ഇങ്ങനെയുള്ളൊരു റെക്റ്റാങ്കിൾ പ്രതീക്ഷിക്കാമെങ്കിൽ രണ്ടാമത്തെ എങ്ങനെ വരും, ഇങ്ങനെ വരും. ഓക്കെ, ഇത്രേ ഉള്ളൂ ചേഞ്ച് വരും. ഓക്കെ ആയിട്ടുണ്ടല്ലോ, സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പോ മനസ്സിലാവാത്തവര് ഒന്നുകൂടി റീവാച്ച് ചെയ്തിട്ടൊക്കെ എന്ത് ചെയ്യുക, ആൻസർ നോക്കിയിട്ട് മനസ്സിലാക്കുക. ഓക്കെ, കുറച്ച് വലിയ പ്രോബ്ലം ആണ് അല്ലേ. ഓക്കെ, ദാറ്റ്സ് ഓൾ.